ഹലോ, പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അനഘയുടെ വായും മൂക്കും ഒക്കെ അങ്ങ് പൊത്തിപ്പിടിക്കും. അനഘ ഇങ്ങനെ ബോധം കെട്ട് വീണ് മരിച്ചു എന്ന് കരുതി അവന്മാർ രണ്ടുപേരും കൂടെ അനഘയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയാണ്. വരുന്ന വഴിപ്പെട്ട എന്ന് തന്നെ ICUയിലേക്കാണ് കയറ്റുന്നത്. തീരെ വയ്യാതിരിക്കുമായിരുന്നല്ലോ അനഘയ്ക്ക്, അതുകൊണ്ടായിരിക്കും. അങ്ങനെ അനഘയെ അകത്തേക്ക് കൊണ്ടുപോയതിന് ശേഷം കൂടെയുള്ളവൻ പറയുന്നുണ്ട്, പൾസെല്ലാം നിന്നതാണ്, മിക്കവാറും തീർന്നതാ, പിന്നെ അതൊന്ന് ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് പറയുമ്പോൾ കൂടെയുള്ളവൻ പറയുന്നുണ്ട്, എങ്കിൽ ആ കിളവനെ വിളിക്കുക, മൂർത്തി സാറിനെ, എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ എന്ന് പറയും. അതിനുശേഷം അവർ മൂർത്തി സാറിനെ, അതായത് മുത്തശ്ശനെ വിളിക്കുന്നതായിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. ഇങ്ങനെ ഹോസ്പിറ്റലിലാണ്, ICUയിലാണ്, ഇങ്ങോട്ടേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് വിളിച്ചല്ലോ ആ സീന്. അതിനുശേഷമായിരുന്നു ഏതായാലും മുത്തശ്ശനെ വിളിച്ചു കഴിയുമ്പോഴത്തേക്കും ICUയിൽ നിന്ന് ഡോക്ടർ ഇറങ്ങി വരും. എന്തൊക്കെ ഇവന്മാർ ഒരുപാട് സങ്കടം അഭിനയിച്ച് ഓടിപ്പോയി ചോദിക്കുകയാണ്, ഞങ്ങളുടെ അനാമോൾക്ക് എങ്ങനെയുണ്ട് ഡോക്ടറെ? അന്നേരം ഡോക്ടർ പറയും, ചെറിയ അനക്കമുണ്ട്, ഇനിയിപ്പോൾ വലിയ പ്രതീക്ഷിക്കാനൊന്നുമില്ല, ഇന്നോ നാളെയോ എന്ന് കരുതിയാണ് ആ കുട്ടി മുന്നോട്ട് ജീവിതം കൊണ്ടുപോയിരിക്കുന്നത്, ഇനി എന്തും സംഭവിക്കാം എന്നിങ്ങനെ പറയും. അപ്പോൾ കൂടെയുള്ളവൻ ചോദിക്കും, ഞങ്ങളുടെ അനകമോൾ കണ്ണു തുറന്ന് എന്തെങ്കിലും സംസാരിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ചെറിയ അനക്കം ഉണ്ടെന്നേ ഉള്ളൂ, ഇപ്പോഴും ആ ബോധാവസ്ഥയിൽ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടിയുടെ മകളുണ്ടല്ലോ, ആ കുഞ്ഞ് എന്തിയേ എന്ന് ചോദിക്കും. അന്നേരം അവൾ തന്നെയുള്ളൂ വീട്ടിൽ, അവൾക്കും ആകെ സങ്കടമാണെന്ന് പറയുമ്പോൾ, പാവം എന്ത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങ് പോവുകയാണ്. പോയി കഴിയുമ്പോഴേക്കും കൂടെയുള്ളവൻ, നമുക്ക് ഈ വിവരം അഭിസാറിനെ വിളിച്ച് പറയണ്ടേ എന്ന് ചോദിക്കുക. അപ്പോൾ ആ മറ്റേയാൾ പറയുക, വേണ്ട, ഇപ്പോൾ വിളിച്ച് പറയണ്ട, അവൾക്ക് അനക്കമുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിസാറിൻ്റെ ജീവൻ അങ്ങ് പോകും, മരിച്ചു പോയെന്ന് പറഞ്ഞാലല്ലേ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്, അതുകൊണ്ട് പിന്നെ പറയാം, ഏതായാലും മൂർത്തി സാറൊക്കെ ഇങ്ങോട്ട് വരട്ടെ എന്നിങ്ങനെ പറയുവാണ്. ഇത്രയും സംഭവങ്ങളാണ് കേട്ടോ നടന്നത്. ഇതൊക്കെ അബി അവിടെ നിന്ന് ഇങ്ങനെ ഓർക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് അബി നോക്കുമ്പോൾ അവിടെ ആ ഫോട്ടോ വെച്ചിട്ടുണ്ടല്ലോ, അതിനെപ്പറ്റി ആദർശനോട് സംസാരിക്കാൻ മറ്റവന്മാരോട് കണ്ണ് കാണിക്കുക കേട്ടോ. അവന്മാർ രണ്ടുപേരും ആ റൂമിലേക്ക് വന്നിട്ട് അന്നേരം അബി പറഞ്ഞു കഴിയുന്നത്, ഇത് കണ്ടോ സാറേ എന്ന് പറഞ്ഞ് ആദർശിനെയും മുത്തശ്ശനെയും വിളിച്ച് കാണിക്കുകയാണ് ആ ഫോട്ടോയൊക്കെ. അന്നേരം അതുകൊണ്ട് ഇങ്ങനെ അന്തം വിട്ട മുത്തശ്ശൻ, ഇതെന്താ ആദർശം എന്ന് ചോദിക്കും. അന്നേരം എനിക്കറിയില്ല മുത്തശ്ശൻ എന്ന് പറഞ്ഞിട്ട്, ആരാ എൻ്റെ കൂടെയാണ് നിൽക്കുന്ന പെൺകുട്ടി എന്ന് ചോദിക്കുകയാണ്. അന്നേരം അവന്മാർ ചോദിക്കുകയാണ്, ഓ, സാറിൻ്റെ കൂടെ പറ്റിച്ചേർന്ന് നിൽക്കുന്ന പെൺകുട്ടി ഏതാണെന്ന് സാറിന് അറിയില്ല അല്ലേ? അന്നേരം മുത്തശ്ശൻ ചോദിക്കുകയാണ്, എന്താ ആദർശം ഇത് എന്ന് ചോദിക്കുമ്പോൾ, മുത്തശ്ശ, എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ ഈ പെൺകുട്ടി ഇവിടെ വന്നതിന് ശേഷമാണ് കാണുന്നത് പോലും, പിന്നെ ഇതുപോലൊരു ഫോട്ടോ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ, ഇന്നത്തെ കാലത്ത് അതോ അറിയാവുന്ന കാര്യമല്ലേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോഴേക്കും അവന്മാർ പറയുന്നുണ്ട്, അങ്ങനെ കൈയൊഴിയാനൊന്നും പറ്റത്തില്ല, മൂർത്തി ജ്വല്ലറിയുടെ MD ആയ ആദർശ് നിങ്ങളാണ് ഈ കുട്ടിയുടെ അച്ഛൻ എന്ന് അനഘമോൾ ഉൾപ്പെടെ ഞങ്ങൾ പലർക്കും അറിയായിരുന്നു. ഞങ്ങൾ നിങ്ങളെ നാണം കെടുത്തണ്ടല്ലോ എന്നോർത്ത് ഇത്രയും കാലം പിടിച്ചു നിന്നതാണ്. വേറെ നിവൃത്തിയില്ലാതെ ആയപ്പോഴാണ് മൂർത്തി സാറിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയാൻ തീരുമാനിച്ചത്. ഞങ്ങൾ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു മനുഷ്യനാണ് മൂർത്തി സാർ, അതുകൊണ്ട് നാണം കെടുത്തണ്ട എന്ന് കരുതി ഏതായാലും അത് പറഞ്ഞു തീരുന്നതിന് മുൻപ് അനഘമോൾ അങ്ങ് പോയി. ഇനിയിപ്പോൾ ഈ കുട്ടിയാണ് ഉള്ളത്, ഇതിനെ നോക്കാൻ വേറെ ആരുമില്ല, അങ്ങനെ ഈ കുട്ടിയെ ഇനി അനാഥമാക്കാൻ പറ്റില്ല എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ആ കുട്ടിയെ നോക്കാൻ വേറെ ആരുമില്ലേ, ഇവിടെ വേറെ ആരും ഇല്ലെങ്കിൽ അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും നോക്കണം, അതിന് സാധിക്കുന്നില്ല എങ്കിൽ അനാഥരായ ഒരുപാട് കുട്ടികളുടെ കാര്യങ്ങൾ മൂർത്തി ജ്വല്ലറി നോക്കുന്നുണ്ട്, ആ കൂട്ടത്തിൽ ആ കുട്ടിയെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തു തരാം, അല്ലാതെ അതിൻ്റെ പിതൃത്വം ഏറ്റെടുക്കാനൊന്നും എനിക്ക് സാധിക്കില്ല എന്ന് പറയുമ്പോൾ അവർ പറയുന്നുണ്ട്, ആ കുട്ടിയുടെ അച്ഛനായ നിങ്ങളുള്ളപ്പോൾ അതിനെ അനാഥാലയത്തിലേക്ക് വിടേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ ഇവിടെ വന്ന് പോയതിന് തെളിവുകളുണ്ട് എന്ന് പറയുമ്പോൾ, എന്ത് തെളിവാടാ ഉള്ളത് എന്ന് ചോദിച്ച് ആദർശ് ദേഷ്യപ്പെട്ട അവന്മാരുടെ കോളറിനെ കയറി പിടിക്കാനായിട്ട് ഒക്കെ ചെല്ലും. അന്നേരം മുത്തശ്ശൻ ആദർശിനോട് പറയുന്നുണ്ട്, ആദർശയെ കയ്യാങ്കളിയൊന്നും വേണ്ട എന്ന് പറയും. എന്നിട്ട് അവരോടായിട്ട് പറയുന്നുണ്ട്, എനിക്കെൻ്റെ കൊച്ചുമകനെ വിശ്വാസമാണ്, അവൻ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ല എന്ന് എനിക്കറിയാം, അവൻ പറഞ്ഞതുപോലെ ആ കുട്ടി അനാഥയാണ് എങ്കിൽ അവളുടെ കാര്യങ്ങൾ നോക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്യാം, അതല്ലാതെ അവൻ്റെ തലയിലേക്ക് ഈ പിതൃത്വം കെട്ടിവെക്കാനൊന്നും നിങ്ങൾ നോക്കണ്ട, അത് സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് മുത്തശ്ശനും അവരും ഇറങ്ങിപ്പോരുവാട്ടോ. അതിനിടയ്ക്ക് ഒന്നും മിണ്ടാതെ നിന്നാൽ മോശമല്ലേ എന്നോർത്ത് അബി പറയുന്നുണ്ട്, ഇതൊക്കെ വെറും തിരക്കഥയാണ്, എങ്ങനെയാ ഇവൾ മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയൊക്കെ പറയണമെന്ന് പറഞ്ഞിട്ടാണോ മരിച്ചത്, അതുകൊണ്ടാണോ നിങ്ങൾ ഇങ്ങനെ അഭിനയിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഇത് അഭിനയമൊന്നുമല്ല എന്ന് പറഞ്ഞാൽ അവന്മാർ ദേഷ്യപ്പെടുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഏതായാലും പുറത്തേക്ക് ഇറങ്ങി വന്ന് കഴിഞ്ഞ ശേഷം അവരും പുറത്തേക്ക് ഇറങ്ങി വരും. എന്നിട്ട് പറയുന്നുണ്ട്, സാറേ, നിങ്ങൾക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാകാത്തത് കൊണ്ടാണ് മൂർത്തി ജ്വല്ലറിയുടെ MDക്ക് ഇങ്ങനെ ഒരു അവഹിതത്തിൽ ഒരു കുട്ടിയുണ്ടെന്നും അതിനെ നിങ്ങൾ സ്വീകരിക്കുന്നില്ല എന്നുമൊക്കെ സോഷ്യൽ മീഡിയയിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കാട്ടുതീ പോലെ പടരും,
പിന്നെ നിങ്ങൾക്ക് നാണം കെട്ടിട്ട് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല എന്ന് പറയും. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, എൻ്റെ കൊച്ചുമകൻ ചെയ്യാത്തൊരു തെറ്റ് അവൻ്റെ തലയിൽ കെട്ടിവെക്കാൻ ഞാൻ സമ്മതിക്കില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ നാണം കെടുന്ന കാര്യം, അങ്ങനെ നാണം കെടുത്താനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്തോ. അങ്ങനെ ഞങ്ങളെ പേടിപ്പിക്കൊന്നും വേണ്ട. അത് നടക്കുന്ന കാര്യമല്ല. പിന്നെ ഒരു കുട്ടിയുടെ പിതൃത്വം തെളിയിക്കാൻ ഇപ്പോൾ ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ ചെയ്തോളാം. അങ്ങനെ പേടിക്കുന്ന ആളൊന്നുമല്ല ഞാനിങ്ങനെ പറഞ്ഞിട്ട് അവരങ്ങ് പോരാൻ തുടങ്ങും കേട്ടോ. അപ്പോഴേക്കും ആ കൊച്ച് അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് ഓടി ഇറങ്ങി വരും കേട്ടോ. ഓടി ഇറങ്ങി വന്നിട്ട് നേരെ ആദർശിൻ്റെ കയ്യിലാണ് വന്ന് തൂങ്ങുന്നത്. എന്നിട്ട് പറയും, അച്ഛ ഞാൻ തന്നെ ഉള്ളൂ, എന്നെയും കൊണ്ടുപോകും, എന്നെ ഇവിടെ ഇട്ടിട്ട് പോകല്ലേ എന്ന് പറഞ്ഞ് കരയും കേട്ടോ. അന്നേരം എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ആദർശ്. പിന്നെ ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കുമ്പോൾ മുത്തശ്ശൻ ആകെ വിഷമമാകുന്നത് കൊണ്ട് മുത്തശ്ശൻ ആ കുട്ടിയെ അങ്ങ് എടുക്കും. എന്നിട്ട് പറയുന്നുണ്ട്, കുട്ടിയുടെ സങ്കടം കണ്ടുകൊണ്ട് നിൽക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഞാൻ ഈ കുട്ടിയെ ഏറ്റെടുക്കുവാണ്. പിന്നെ ഇതിൻ്റെ അച്ഛൻ ആരാണെന്ന് ഞങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തും. ആ ദിവസം വരെ മാത്രമേ ഈ കുട്ടി അനന്തപുരിയിൽ വളരുകയുള്ളൂ. അതിനുശേഷം എന്താ ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ നിങ്ങളെ ഒന്നും പേടിച്ച് നിങ്ങളുടെ ഒന്നും ഭീഷണിയിൽ പേടിച്ചിട്ടൊന്നുമല്ല ഞാൻ ഈ കുട്ടിയെ തന്നെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്. അത് മനസ്സിലാക്കിയാൽ മതി എന്ന് പറഞ്ഞ് അന്നേരം അബിയും മുത്തശ്ശ ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾക്ക് നമ്മൾ കൂട്ടു നിൽക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട, ഇനി ആരും കൂടുതലായിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കേണ്ട എന്ന് പറയും. അന്നേരം ആദർശ് ഇങ്ങനെ പറയുന്നുണ്ട്, മുത്തശ്ശ ഇതെന്താ ഇങ്ങനെ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദർശേ, ഇതിപ്പം ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ കണ്ടിട്ട് ഇവിടുന്ന് പോകാൻ എനിക്ക് സാധിക്കില്ല. അതുകൊണ്ട് തൽക്കാലത്തേക്കാണ് ഈ കുട്ടിയെ ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ കൊണ്ടുപോകുന്നത്. അതിനുശേഷം എന്താ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം എന്നിങ്ങനെ പറയുവാണ്. ഏതായാലും അവർ അവിടുന്ന് പോകാൻ തീരുമാനിച്ചതിന് ശേഷം അബി ഇങ്ങ് കാട്ടെ എന്ന് പറഞ്ഞ് കൊച്ചിനെ ഇങ്ങനെ മേടിച്ച് പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും ഇവർ പോന്നു കഴിഞ്ഞ ശേഷം അബി ഏർപ്പാടാക്കിയ രണ്ടവന്മാർ അവിടെ നിൽപ്പുണ്ടല്ലോ. അതിലെ ഒരുത്തൻ പറയുന്നുണ്ട്, ആ പെണ്ണിൻ്റെ ശവദാഹം കഴിഞ്ഞിട്ട് ആ കൊച്ചിനെ കൊടുത്തു വിട്ടാൽ മതിയായിരുന്നു എന്ന് പറയുമ്പോൾ, പിന്നെ ചത്തവൾ ചത്തു, ഇനിയിപ്പോൾ അവളെ കൊണ്ടുപോയി കത്തിച്ച് കളയണം, അത്ര തന്നെ, എന്നിട്ട് വേണം കണക്ക് പറഞ്ഞ് പൈസ മേടിക്കാൻ എന്ന് അവന്മാർ പറയുന്നുണ്ട്. ഏതായാലും വണ്ടിയെ കയറിയിരുന്നിട്ടും ഈ കൊച്ചിങ്ങനെ ആദർശിൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുകയാണ്. ആദർശനാണ് ഭയങ്കര വിഷമമാണ്. ഏതായാലും വണ്ടി എടുത്തുകൊണ്ട് ഇങ്ങ് പോന്നു കഴിഞ്ഞിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട്, ഈ കുട്ടിയെ കൊണ്ട് നേരെ വീട്ടിലോട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. അവിടെ അമ്മയും നയനയും ഒക്കെ ഉണ്ട്. അവരോട് ഞാൻ എന്താ മുത്തശ്ശ മറുപടി പറയേണ്ടത്? ഇതെൻ്റെ കുട്ടിയല്ലെന്ന് ഞാൻ എങ്ങനെ ഇനി അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കേണ്ടത്? എങ്ങനെ ഞാൻ തെളിയിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ആദർശ ആകെ വിഷമത്തോടെ ചോദിക്കുകയാണ്. അന്നേരം അബി പറയും, ആദർശേട്ടാ ഒന്ന് വണ്ടി നിർത്താവോ എന്ന് ചോദിക്കും. അന്നേരം എന്തിനാടാ എന്ന് ചോദിക്കുമ്പോൾ ഒന്ന് വണ്ടി നിർത്തുക എന്ന് പറയുവാണ്. ഏതായാലും അവർ വഴി സൈഡിൽ ഇങ്ങനെ വണ്ടി നിർത്തും. അന്നേരം അബി കൊച്ചിനോട് ഞങ്ങളിപ്പോൾ പുറത്ത് പോയിട്ട് ഒന്ന് വരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പുറത്തേക്ക് പോവാണ്. മോൾ ഇവിടെ ഇരുന്നോട്ടോ എന്ന് പറഞ്ഞ് സീറ്റിൽ മോളെ ഇരുത്തിയിട്ട് ഡോർ അടയ്ക്കുക. എന്നിട്ട് പുറത്തിറങ്ങി നിന്ന് 3 പേരോട് സംസാരിക്കുകയാണ്. അന്നേരം അബി പറയുന്നുണ്ട്, അത് ഇങ്ങനെ ഒരു സംഭവം സോഷ്യൽ മീഡിയയിലെങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ അത് കാട്ടുതീ പോലെ പടരും. മൂർത്തി ജ്വല്ലറിയുടെ MD ആയ ആദർശന് അവിഹിതത്തിൽ ഒരു കുട്ടിയുണ്ടെന്നും ആ കുട്ടിയെ നമ്മൾ ഏറ്റെടുക്കാൻ പോവുകയാണ് എന്നൊക്കെ പുറത്തോട്ട് ഇറങ്ങി അറിഞ്ഞു കഴിഞ്ഞാൽ ആകെ നാണക്കേടാക്കും. ശരിക്കും മുത്തശ്ശൻ ഒരാൾ എന്ന രീതിയിലാണ് എല്ലാവരും ഇപ്പോൾ ആദർശേട്ടനെ പറയുന്നത്. ആ ഉണ്ടാക്കിയ സൽപ്പേര് മൊത്തം ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാക്കും. അതുകൊണ്ട് ഈ കുട്ടിയുടെ അച്ഛൻ ഞാനാണ് എന്ന് എല്ലാവരോടും പറ. എൻ്റെ അമ്മ പോലും സത്യാവസ്ഥ അറിയണ്ട. ഞാൻ മുമ്പുണ്ടാക്കിയിരുന്ന പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അതുകൊണ്ട് ആർക്കും ഇത് വലിയൊരു സംഭവമായിട്ട് തോന്നത്തൊന്നുമില്ല. അതുകൊണ്ട് അതെൻ്റെ തലക്കിരിക്കട്ടെ, എനിക്കൊരു പ്രശ്നവുമില്ല എന്ന് പറയും. അന്നേരം ആദർശ് പറയുന്നുണ്ട്, നീ അങ്ങനെ എനിക്ക് വേണ്ടി ഒരു ത്യാഗം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ, ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കുക ആദർശേ, ഇത് വേറെ ഒന്നിനും വേണ്ടിയല്ല, നമ്മുടെ കമ്പനി തകരാതിരിക്കാനും കമ്പനിയുടെ സൽപ്പേര് പോകാതിരിക്കാനും വേണ്ടിയാണ് ഞാനിങ്ങനെ പറയുന്നത്. നമ്മളിങ്ങനെ എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ വരും, ആകെ പ്രശ്നമാകും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ശരി ആദർശേ, ഇപ്പം നമ്മുടെ കമ്പനിയെ സംരക്ഷിക്കാനും നിൻ്റെ ദേഹത്തെ ചെളി വാരി അറിയാതിരിക്കാനും നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം ആലോചിക്കാവുന്നതാണ്. നിൻ്റെ ദേഹത്ത് ചെളി വാരി എറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കമ്പനിയെ ബാധിക്കും. അതുകൊണ്ട് ഇത് പുറം ലോകം അറിയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറയും. അന്നേരം ആദർശം ഒരു വിഷമമാണ്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, തൽക്കാലം നിന്ന് പറഞ്ഞതുപോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ, അതിനിടയ്ക്ക് നമുക്ക് സാവധാനം ഈ കുട്ടിയുടെ അച്ഛൻ ആരാണ് എന്ന് കണ്ടുപിടിക്കാം, അന്നേരം പ്രശ്നം പരിഹരിക്കാമല്ലോ എന്നൊക്കെ പറയുമ്പോഴും ആദർശന് ആകെ ഇങ്ങനെ വിഷമമാണ്. പക്ഷെ അവൻ പറഞ്ഞ് അബി വിശ്വസിപ്പിക്കുകയാണ്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ആ കുട്ടിയുടെ മനസ്സിൽ ഇവനാണ് അച്ഛനെന്ന് പതിഞ്ഞുപോയി, അതിനി മാറ്റാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ, അത് നമുക്ക് വണ്ടിയിൽ കയറി നിന്നിട്ട് മോളോട് പറയാം, അതിൻ്റെ അമ്മയ്ക്കൊരു അബദ്ധം പറ്റിയതാണ്, മോളുടെ അച്ഛൻ ഞാനാണ് എന്ന് കുട്ടിയോട് പറഞ്ഞു മാറ്റാം എന്നൊക്കെ പറഞ്ഞിട്ട്
അവർ വണ്ടിയിലേക്ക് കയറുവാണ്. അപ്പോഴും ആദർശന് അതങ്ങ് ദഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആദർശ് പറയുന്നുണ്ട്, ഒരു കുട്ടിയുടെ അച്ഛൻ ആരാണ് എന്ന് തെളിയിക്കാൻ ഇന്നത്തെ കാലത്ത് ഒരുപാട് മാർഗ്ഗങ്ങളില്ലേ, അതിലേതെങ്കിലും നോക്കിയാൽ പോരെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യമൊന്നുമല്ല എന്ന്, ഇത് സോഷ്യൽ മീഡിയയിലാണ്, ചിലപ്പോൾ കാട്ടുതീ പോലെ അങ്ങ് പടരും. അതിനുശേഷം ആദർശേട്ടനല്ല ആ കുട്ടിയുടെ അച്ഛൻ എന്ന് തെളിയിച്ചാൽ പോലും സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ പറയുന്നത് നമ്മളുടെ പണക്കൊഴുപ്പ് കൊണ്ട് നേടിയെടുത്ത ഒരു റിസൾട്ടാണ് എന്ന് വരെ പറഞ്ഞുണ്ടാക്കും. അതുകൊണ്ട് ഇത് പുറത്തറിയാതിരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് അവരെ അങ്ങ് വിശ്വസിപ്പിക്കുകയാണ് കേട്ടോ അവയെ. ഏതായാലും വേറെ നിവൃത്തിയില്ലാതെ ആദർശ് അത് സമ്മതിക്കുന്നു. അത് കഴിഞ്ഞ് അവർ വണ്ടിയിലേക്ക് കയറും. വണ്ടിയിലോട്ട് കയറി കഴിഞ്ഞ് അഭി പറയുന്നുണ്ട്, മോളുടെ അച്ഛൻ ഞാനാട്ടോ എന്ന് പറയുമ്പോൾ, അല്ല എൻ്റെ അച്ഛൻ ഇതാണ് എന്ന് ആദർശനെ ചൂണ്ടിക്കാട്ടിയിട്ട് ആ കുട്ടി പറയും. അന്നേരം അമ്മ പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, ശരിക്കും അബദ്ധം പറ്റിയത് ആ മോളുടെ അമ്മയ്ക്ക്, മോളുടെ അച്ഛൻ ഞാനാ എന്ന് പിന്നെയും പറയും കേട്ടോ. എന്നിട്ട് മോൾക്ക് വിശക്കുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ സ്നേഹത്തോടെ ചോദിക്കും. അന്നേരം വിശക്കുന്നുണ്ടോ എന്ന് പറയുമ്പോൾ, എങ്കിൽ വാ നമുക്ക് എന്തെങ്കിലും ഹോട്ടലിൽ കയറി ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാം എന്നിങ്ങനെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, അതിനു മുമ്പ് നമുക്ക് ശ്മശാനത്തിലേക്ക് പോകണം, എന്നിട്ട് അനഘയുടെ ചടങ്ങുകളൊക്കെ കൂടിയിട്ട് വേണം പോകാൻ, അത് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയുമ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, ഇനി അങ്ങോട്ട് പോയി ഒരു സീൻ ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ എന്ന്. അന്നേരം മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്ത് സീൻ ഉണ്ടാക്കാനാ, നമ്മൾ കുട്ടിയെ ഏറ്റെടുത്തില്ലേ, അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും ഉണ്ടായില്ല, അങ്ങോട്ട് തന്നെ പോവുക എന്ന് പറയും. അപ്പോൾ ആപ്പി പറയുവാണ്, അയ്യോ മുത്തശ്ശ, ഞാനിത് അങ്ങോട്ട് പറയാനിരിക്കുമായിരുന്നു, ആ ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് പോയാൽ മതിയെന്ന്. അബിയും പറയുന്നുണ്ട്. അങ്ങനെ അവരങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അതാണ് ഇനി കാണിക്കുന്നത്. പിന്നീട് ഗോവിന്ദനാണ് കേട്ടോ കാണിക്കുന്നത്. ഗോവിന്ദൻ്റേതായ വർക്കുകളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് കനക സംഭാരമൊക്കെ കൊണ്ട് കൊടുക്കുകയാണ്. ഈ സമയത്ത് അകത്തുനിന്ന് നവ്യയുടെ ഒരു കരച്ചിൽ കേൾക്കും. എന്നിട്ട് വയറും താങ്ങി പിടിച്ചുകൊണ്ട് ഇറങ്ങി വരികയാണ്. അന്നേരം, എന്താ മോളെ, എനിക്ക് വയറിനകത്ത് ഇടയ്ക്കിടയ്ക്ക് നല്ല പെയിൻ വരുന്നുണ്ട് അമ്മേ എന്ന് പറയുമ്പോൾ, എന്നിട്ട് മോളെന്താ ഇത്ര നേരം പറയാതിരുന്നേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറയും. അന്നേരം, വേണ്ട, അഭി വന്നിട്ട് പോയാൽ മതി, അവനെ ഒന്ന് വിളിച്ച് പറയാം, എന്നിട്ട് കൂടുതലാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, അങ്ങനെ വേദന വരുന്നുണ്ടെങ്കിൽ അഭി വരാൻ വേണ്ടി നോക്കിയിരിക്കേണ്ട കാര്യമുണ്ടോ മോളെ, അവൻ വലിയ തിരക്കിലാണെങ്കിലോ, നമുക്കങ്ങ് പോയാൽ പോരെ എന്ന് ചോദിക്കുവാണ്. അന്നേരം, നോക്കട്ടെ അച്ഛ എന്ന് പറഞ്ഞ് ഇങ്ങനെ സോഫയിലേക്ക് ചാരി കിടക്കുകയാണ് നവ്യ. അപ്പോഴേക്കും മോളെ വേദനയുണ്ടോ, മോളുടെ മുഖം കണ്ടിട്ട് വേദന ഉണ്ടെന്ന് തോന്നുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ തലോടി ആശ്വസിപ്പിച്ചിട്ട് അടുത്തിരിക്കുന്ന കനകേനെയൊക്കെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിവിടെ വൈൻഡപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലും നല്ലൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ഷെയറും ചെയ്യണേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.